ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം എടുക്കാം കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ്. അത് നമുക്ക് ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് സിന്നമൺ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതായത് നമ്മുടെ പട്ട പൊടിച്ചത്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാതെയും നമുക്ക് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ ഇതിന് വേറൊരു രുചിയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ പഞ്ചസാര അലിഞ്ഞു പോകുന്നു വേണ്ട. എല്ലാം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മതി. ആ ഒരു ബട്ടറും പഞ്ചസാരയും പിന്നെ സിന്നമൺ പൗഡറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ മതി. അപ്പോൾ അതാ ഈ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ മറ്റേ പീസ് ബ്രെഡും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബട്ടർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തും നമുക്ക് ഈ ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്നങ്ങ് കാരമലായിട്ട് വന്നാൽ മതി കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മതി ഉരുകിയിട്ട്. അല്ലാതെ ഒരുപാട് നേരം വെക്കരുത്, അപ്പോൾ കൈപ്പിരിസ വരും. കരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സിന്നമൺ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ചീസി ആയിട്ടുള്ളൊരു ടോസ്റ്റാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്